സൗദിയിൽ മദീനയ്ക്ക് സമീപമുണ്ടായ വാഹനാപകടത്തിൽ മലയാളി കുടുംബത്തിലെ 4 പേർക്ക് ദാരുണാന്ത്യം. മലപ്പുറം മഞ്ചേരി സ്വദേശി അബ്ദുൽ ജലീൽ, ഭാര്യ തസ്ന, മകൻ ആദിൽ, ജലീലിന്റെ മാതാവ് മൈമൂനത്ത് എന്നിവരാണ് മരിച്ചത്. കുടുംബം സഞ്ചരിച്ച വാഹനം ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടം. ജലീൽ കണ്ണമംഗലം സൗദിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജലീൽ, രാവിലെ തന്നെ സങ്കടകരമായ വാർത്തയാണ് പുറത്തുവരുന്നത്. 4 പേർക്ക് അപകടത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നു. എത്ര പേർ വാഹനത്തിലുണ്ടായിരുന്നു? എന്താണ് സംഭവിച്ചത്? അപകട കാരണം എന്താണ് ജലീൽ? റീജിത്ത്, ഇത് സൗദിയിലെ മദീനയ്ക്ക് സമീപത്താണ് ദാരുണമായ ഈ അപകടം ഉണ്ടായത് മിനിയാന്ന് രാത്രിയാണ്. പക്ഷേ അപകടത്തിൽപ്പെട്ടവരെ തിരിച്ചറിയാൻ വൈകിയത് കൊണ്ടാണ് ഈ വാർത്ത പുറത്തു വരാൻ വൈകിയത്. ഒരു മലയാളി കുടുംബത്തിലെ 4 പേരാണ് ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. മലപ്പുറം മഞ്ചേരി വെള്ളില സ്വദേശികളാണ് ഈ മരിച്ച 4 പേരും. നടുവത്ത് കളത്തിൽ അബ്ദുൽ ജലീൽ 52 വയസ്സ്, ഭാര്യ തസ്നി, മകൻ ആദിൽ, ജലീലിന്റെ മാതാവ് മൈമൂനത്ത് കാക്കേങ്ങൽ എന്നിവരാണ് മരിച്ചവർ. ഇവർ യാത്ര ചെയ്തിരുന്ന ഒരു GMC വാഹനത്തിലായിരുന്നു. ഈ വാഹനത്തിലാകെ 7 പേരാണ് ഉണ്ടായിരുന്നത്. ഈ 4 പേർ മരിക്കുകയും ബാക്കിയുള്ള 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മദീനയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അബ്ദുൽ ജലീലിന്റെ മക്കളായ ആയിഷ, ഫഹദ് എന്നിവരെ, അതോടൊപ്പം തന്നെ ഹാദിയ, നൂറ എന്നിവരാണ് ആയിഷ, ഹാദിയ, നൂറ എന്നിവരാണ് പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നത്. ഇവർ കിങ് ഫഹദ് ആശുപത്രിയിലും അതോടൊപ്പം തന്നെ സൗദി ജർമ്മൻ ആശുപത്രിയിലുമാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം ഒരു പുല്ലൊക്കെ കൊണ്ടുപോകുന്ന ഒരു ലോറിയുമായി, ഒരു ട്രക്കുമായി കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടാകുന്നത്. ഈ ജിദ്ദയിൽ ജോലി ചെയ്യാണ് ഈ അബ്ദുൽ ജലീൽ. ജോലിയുടെ ഭാഗമായി കുടുംബസമേതം സൗദിയിലെ തന്നെ ഹായിലേക്ക് പോയതായിരുന്നു. അതിനുശേഷം ജിദ്ദയിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നത്. മദീന കഴിഞ്ഞ് ഈ അൽ യുത്മ എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. നടപടിക്രമങ്ങൾക്കായി സാമൂഹ്യ പ്രവർത്തകരും കോൺസുലേറ്റും ഒക്കെ രംഗത്തുണ്ട്. മദീനയിൽ തന്നെ ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കാനാണ് ശ്രമം നടക്കുന്നത്. റീജിത്ത്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.